സദ്യ കഴിച്ച് അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പച്ചമോരുണ്ട് അവസാനത്തെ ഒരു വിഭവമായിട്ട്. അപ്പോൾ ആ ഒരു പച്ചമോരിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള തൈര് എടുക്കാം. തൈരെടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൊച്ചുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പില ഇത്രയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുത്തിട്ട് നമുക്ക് തൈരിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് എടുക്കുന്നതിൻ്റെ സെയിം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് വെള്ളം അതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ നേർപ്പിച്ചെടുക്കണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം അതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും കൂടെ നന്നായിട്ട് അതിനകത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമോര് റെഡിയായി. ഇത് നന്നായിട്ട് നമ്മൾ ചതച്ച് ചേർക്കുന്നതിന് ചിലപ്പോൾ അത് ഇഷ്ടമല്ലാത്തവർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞ് ചേർത്താലും മതി. പക്ഷേ എന്നാലും ഈ ചതച്ച് ചേർക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് നമ്മൾ അരിഞ്ഞ് ഇതിനകത്തിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പം കഴിവതും ചതച്ച് തന്നെ ഇത്രയും ചേർക്കാനായിട്ട് നോക്കുക. എന്നാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ കറിക്കും കുറച്ച് അരിയാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ ടൈം എടുക്കുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ പച്ചമോര്.